നിപ്പയെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായി നിങ്ങൾ അറിയേണ്ടത് 4 മുതൽ 14 ദിവസം വരെയാണ് നിപ്പയുടെ ഇൻക്യുബേഷൻ പീരീഡ്. ഈ സമയത്ത് നിപ്പയ്ക്ക് പകരാൻ കഴിയില്ല. ഇതിനുശേഷം രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് നിപ്പ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പകരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 15-20 ദിവസങ്ങളിലേക്ക് നിങ്ങൾ ആരും അത്യാവശ്യമല്ലാത്ത ഒരു കാര്യത്തിനും വേണ്ടി ഹോസ്പിറ്റൽസിൽ പോകാണ്ടിരിക്കുക, അതേപോലെ തന്നെ പബ്ലിക് സ്പേസസിൽ പോകാണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം വളരെ സിമ്പിളാണ്, നിങ്ങൾക്കെല്ലാം ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷിയോ അല്ലെങ്കിൽ എന്ത് സാധനമോ ആയിക്കോട്ടെ കടിച്ച അടയാളമുള്ളൊരു ഫ്രൂട്ട് ആണെങ്കിൽ അതിനെ കഴിക്കരുത്. അതിനെ കൈകൊണ്ട് തൊടാണ്ട് തന്നെ എന്തെങ്കിലും സാധനം വെച്ച് എടുത്ത് കളയുക, അഥവാ തൊടേണ്ടി വന്നാൽ പോലും. മൂന്നാമത്തെ കാര്യം അതിനേക്കാളും എളുപ്പമാണ്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. കൊറോണ സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, കൈ കഴുകുക, മാസ്ക് ഇടുക, സാമൂഹിക അകലം പാലിക്കുക, അങ്ങനെയുള്ള കൊറോണ സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നിപ്പയെ തോൽപ്പിക്കാം.